ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കാന്താരി ചിക്കൻ ബിരിയാണിയാണ്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ കാന്താരി ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കി മീഡിയം സൈസ് പീസുകളാക്കിയ ചിക്കൻ 2 കിലോ. അടുത്തതായി നമ്മുടെ ബിരിയാണിയിലെ മെയിൻ ഐറ്റം നാടൻ കാന്താരി മുളക് ഒരു 40 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 50 ഗ്രാമിന് മുകളിൽ ഉണ്ടാകും. എരിവിനനുസരിച്ച് അളവ് ക്രമീകരിക്കാവുന്നതാണ്. 3 സവാളയും 100 ഗ്രാം ചുവന്നുള്ളിയും കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 കിലോ ജീരകശാല അരി, 1/2 കപ്പ് തൈര്, 3 പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 കുടം വെളുത്തുള്ളി അരിഞ്ഞത്, ഡ്യൂട്ടി ഫ്രൂട്ടി 25 ഗ്രാം, വെളിച്ചെണ്ണ 40 ml, നെയ്യ് 40 ml, പൈനാപ്പിൾ ഒരു ചെറുത് പീസാക്കിയത്, കിസ്മിസ് 25 ഗ്രാം, കശുവണ്ടിപ്പരിപ്പ് 25 ഗ്രാം, മല്ലിയില 3-4 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കാന്താരിമുളക് ഉണക്കി പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് എന്നിവയാണ്. ആദ്യമേ തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മുടെ ചിക്കനിലേക്ക് ചെറുതായി അരിഞ്ഞ കാന്താരിമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഉണക്കി പൊടിച്ചെടുത്ത കാന്താരിമുളക്, മഞ്ഞൾപ്പൊടി, തൈര് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ പീസുകളിലേക്ക് നമ്മുടെ കാന്താരിയും ഇൻഗ്രീഡിയൻസും ഒക്കെ നന്നായി പിടിക്കട്ടെ. ഒരു 10-20 മിനിറ്റ് നമുക്കിതൊന്ന് വച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്കൊരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ കറി വെക്കുന്നത് പോലെ സവാള കണ്ടമാനം വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ സവാള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറുമായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സവാളയിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ തൈര് ചേർക്കുന്നത് ചിക്കൻ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ച് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ അടിയിൽ പിടിക്കാതെ തീ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കുക്ക് ചെയ്യാൻ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കുന്നതിന് മുമ്പേ എടുത്തിരിക്കുന്ന നെയ്യിൽ നമ്മുടെ കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്ത് മാറ്റിവെക്കാം. ഇനി ആ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുത്ത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയും ചെയ്യണം. അരി ചെറുതായി പൊട്ടുന്നത് വരെ മാത്രം വറുത്തെടുത്താൽ മതി. നമ്മുടെ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. എല്ലിൽ നിന്നൊക്കെ ഇറച്ചി ചെറുതായി വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ചിക്കനിൽ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരി പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയിലേക്ക് എടുത്തിരിക്കുന്ന അരിയുടെ 1.5 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ നിന്ന് ഊറ്റി വെച്ചിരിക്കുന്ന ആ ഗ്രേവി സഹിതം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് റൈസിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അടിയിൽ പിടിക്കാതിരിക്കും. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി വെന്ത് വെള്ളമൊക്കെ പറ്റി അടിപൊളിയായിട്ടുണ്ട്. റൈസ് ഒരുപാട് വെന്ത് പോയാൽ ഒട്ടിപ്പിടിക്കും. കറക്റ്റ് വെള്ളം ചേർത്ത് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റൈസ് ഞാൻ ഏകദേശം 3/4 വേവിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. ദമ്മിട്ട് ഒന്നുകൂടി വേവിക്കാനുള്ളത് കാരണമാണ് ഞാനിങ്ങനെ 3/4 വേവിൽ എടുത്തിരിക്കുന്നത്. ദം ഇടുന്നില്ലെങ്കിൽ ഇരട്ടി വെള്ളം ഒഴിച്ചാണ് റൈസ് വേവിക്കേണ്ടത്. അപ്പോൾ മുഴുവൻ വേവും ആയിക്കിട്ടും.
നമ്മൾ ഈ കാണുന്നത് പോലെ ചിക്കനിൽ കുറച്ച് ഗ്രേവി വേണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ദം ഇടുമ്പോൾ ചിക്കനും റൈസും അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ റൈസ് ഉണ്ടെങ്കിൽ റൈസ് ലെയറായി ഇട്ട് കൊടുക്കണേ. ഇടയിൽ കശുവണ്ടിയും മുന്തിരിയും ഒക്കെ ചേർക്കണം. നമുക്ക് ഒറ്റ പ്രാവശ്യം ഇടാനുള്ള റൈസേ ഉള്ളൂ, അതാണ് മുഴുവൻ ഇട്ടത്. ഇനി നമുക്ക് പൈനാപ്പിൾ, ഡ്യൂട്ടി ഫ്രൂട്ടി, ഉണക്കമുന്തിരി, കശുവണ്ടി പരിപ്പ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില എന്നിവ വിതറി കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ മസാലയൊന്നും ചേർത്തിട്ടില്ല. കാന്താരിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ദം ഇടുന്നതിന് വേണ്ടി കുറച്ച് മൈദ കുഴച്ച് ഈ ഉരുളിയുടെ ചുറ്റും ഒട്ടിച്ചു കൊടുത്ത് പാകത്തിനുള്ള ഒരു അടപ്പും വെച്ച് മൂടി അതിന് മുകളിലേക്ക് കുറച്ച് കനൽ കൂടി ഇട്ട് കൊടുക്കാം. അടുപ്പിൽ ഒരുപാട് തീയിൽ വേവിക്കേണ്ട, ചെറിയ കനലിൽ മാത്രം വേവിച്ചാൽ മതി. ദം ഇട്ടിട്ട് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബിരിയാണി ഒന്ന് പൊട്ടിച്ച് നോക്കാം. അടിപൊളി മണം വരുന്നുണ്ട്. നമ്മുടെ കാന്താരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് നമ്മുടെ സ്പെഷ്യൽ കാന്താരി ബിരിയാണിയാണ് കേട്ടോ. മറ്റൊരു മുളകും ഇതിൽ ചേർത്തിട്ടില്ല. സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. കാന്താരി മുളകിനെ പറ്റി പറയുവാണെങ്കിൽ എരിവിൻ്റെ മാത്രമല്ല ഗുണത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് കാന്താരി മുളക്.